ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ പിണറായി വിജയനും ഈ ഗവൺമെന്റിന് കൃത്യമായ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്, വർഗീയതയുടെ രാഷ്ട്രീയമാണ്, ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ്. ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ഒരു പ്രസ്താവനയുണ്ട്. ശശി തരൂർ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, ഇത്തരം ബാധ്യതയുള്ളവർ ഇപ്പോഴും ഉണ്ടല്ലോ പാർട്ടി. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവില്ല. വർഷങ്ങൾക്ക് ശേഷവും ആ നിലപാട് ആവർത്തിക്കേണ്ട ഒരു വേദിയായി പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു വേദിയെ അദ്ദേഹം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ആ വിമർശനം ആർക്ക് നേരെയാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അറിയാം. നിങ്ങൾ കൂടുതൽ പേരുകളിലേക്ക് എന്നോട് ചോദിച്ച് പറയേണ്ട കാര്യമില്ല. APCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രണ്ട് ദിശയിലൂടെ യാത്ര ചെയ്തു. അത്തരത്തിലൊരു ചോദ്യം തന്നെ ഉദിക്കുന്നില്ല. പക്ഷെ ഇന്ന് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് കഷ്ടമല്ല അദ്ദേഹത്തിന്റെ കാര്യം. ഈ രാഹുൽ മാങ്കൂട്ടിന്റെ അറസ്റ്റ് ചെയ്ത സമയത്ത് എനിക്കെതിരെ എന്ത് കിട്ടുമ്പോഴും ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യാനുള്ള പ്രവണതയുള്ള കുറെ ആളുകളുണ്ട്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിപ്പോ ഞാൻ അഭിപ്രായം പറയേണ്ട വിഷയമല്ലല്ലോ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിനപ്പുറം എനിക്ക് ഇദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പമുണ്ട്, വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം തുറന്നു പറയും, എന്ത് കാര്യം ഫേസ്ബുക്കിൽ കുറിക്കും, പിന്നീടുള്ള കാര്യം ഒന്നും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനുള്ള എനിക്കൊരു ഇഷ്ടം. മറ്റാരുമല്ല, VT ബൽറാം. നമസ്കാരം. എനിക്ക് അതാണ് താങ്കൾ ഇഷ്ടം. ഞാനങ്ങനെ എന്തും പറയുന്ന ആളല്ല. അങ്ങനെ പല കാര്യങ്ങളും പറയാൻ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ സ്വാഭാവികമാണ്. നമ്മൾ അഭിപ്രായങ്ങൾ പറയേണ്ടതാണ് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ സമൂഹത്തിലെ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സമൂഹമായിട്ട് പങ്കുവെക്കുക. അപ്പം സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ ഉണ്ടായി വരും. അത്തരം ചർച്ചകളാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അപ്പൊ അതിൽ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ ഭാഗത്തുള്ള എല്ലാ അഭിപ്രായങ്ങളും ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷെ നമുക്ക് പോലും പലപ്പോഴും ചിലത് തിരിച്ചറിയാനും സമൂഹത്തിന്റെ മൊത്തത്തിലൊരു മൂഡ് മനസ്സിലാക്കാനും ഒക്കെ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഗുണം ചെയ്യുന്നതാണ് തോന്നുന്നത്. പിന്നീട് തിരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടാവുമോ? പല ഘട്ടങ്ങളിലും തോന്നിയിട്ടുണ്ട്. പല അഭിപ്രായങ്ങളിലും അങ്ങനെ കൂടുതൽ നമ്മൾ അതുവരെ കാണാത്ത അതർ സൈഡ് ഒരുപക്ഷെ ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തണം എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ട്. താങ്കൾ ഒരു പരാജയത്തിനും ഒരു കാരണം അതായിട്ടുണ്ടാവും. താങ്കൾ ഒരു പരാജയത്തിൽ താങ്കൾ അന്ന് ആ ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനം ഉണ്ടായി അല്ലേ? ഇത് അന്നത്തെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായ സമയത്ത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ പരാജയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇല്ല, എനിക്ക് അത് സത്യത്തിൽ ഈ തൃത്താല എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തെ, അതിന്റെ രാഷ്ട്രീയ ഘടനയെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് തോന്നുന്ന ഒരു തോന്നലാണ്, ഒരു ഇംപ്രഷനാണ്. കാരണം തൃത്താല എന്ന് പറയുന്നത് ഒരു LDF വലിയ രീതിയിൽ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് ജയിക്കുമ്പോൾ പോലും വോട്ടിന്റെ എണ്ണം നോക്കുമ്പോൾ 8,000-10,000 വോട്ടിന് ഞങ്ങൾ പുറകിലാണ് UDF. ആ പഞ്ചായത്ത് ഇലക്ഷന് വെറും 2 മാസത്തിന് ശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുന്നത് 3,000 വോട്ടിനാണ്. അപ്പൊ യഥാർത്ഥത്തിൽ തൃത്താലയിലെ ജനങ്ങളുടെ മനസ്സെന്നോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത്. ആ ഇലക്ഷൻ റിസൾട്ടും അങ്ങനെ തന്നെയായിരുന്നു. അതല്ലാത്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റു ചില ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഉദാഹരണത്തിന് BJPക്ക് ഏറ്റവും മിനിമം കിട്ടേണ്ട വോട്ടിന്റെ ഒരു 5,000 വോട്ട് കുറവാണ് ഇത്തവണ അവർക്ക് പോൾ ചെയ്തത്. ആ വോട്ട് എവിടേക്ക് പോയി എന്നുള്ളത് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിശകലനമൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ BJPയും CPMഉം തമ്മിലുള്ള ഒരു ധാരണയുടെയും കൂട്ടുകച്ചവടത്തിന്റെയും ഭാഗമായിട്ട് സംഭവിച്ച, കേരളത്തിൽ പല സ്ഥലങ്ങളിലും സംഭവിച്ച, ചില സ്ഥലങ്ങളിൽ തിരിച്ച് BJPയെ സഹായിക്കാൻ വേണ്ടി CPM നടത്തിയ പരിശ്രമങ്ങൾ, ഉദാഹരണത്തിന് പാലക്കാട് മണ്ഡലം, അവിടെ ഒട്ടും പ്രശസ്തനല്ലാത്ത, ഒരു തരത്തിലും ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് CPM നിർത്തിക്കൊടുത്തത്. അപ്പൊ അങ്ങനെയുള്ള പല കൂട്ടുകച്ചവടങ്ങളും നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പൊതുവെ ഉണ്ടായതാണ്. കാരണം ദേശീയ തലത്തിൽ ഇവർ രണ്ടുപേരുടെ അജണ്ട ഒന്നാണല്ലോ. കോൺഗ്രസ് മുക്ത ഭാരത് എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. അപ്പൊ കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാവുന്നത് ഒരിക്കലും അവർക്ക് സഹിക്കില്ല. അതേസമയം CPMനും BJP ഇവിടെ വളർന്ന് കോൺഗ്രസിന്റെ സ്പേസ് അപഹരിക്കട്ടെ, അതുവഴി അതിന്റെ അതർ സൈഡിലുള്ള കൺസോളിഡേഷൻ വഴി തങ്ങൾക്ക് കാലാകാലം കേരളത്തിൽ നിലനിൽക്കാം, അങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ അവർ തമ്മിലുണ്ട്. അത് അവിടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു വരും തോന്നുന്നു. അതെ, ഇനി ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്നും ഉണ്ടാകണമെങ്കിൽ ആരുണ്ടാകണമെന്ന താങ്കളുടെ ആഗ്രഹം? ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിപ്പോ ഞാൻ അഭിപ്രായം പറയേണ്ട വിഷയമല്ലല്ലോ. UDFന്റെ ഒരു ഗവൺമെന്റ് ഉണ്ടാവണം. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് താഴെ ഇറങ്ങണം എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ ആഗ്രഹം. അത്രത്തോളം ധാർഷ്ട്യം, ധിക്കാരം, എന്തുമാവാം എന്ന് പറയുന്ന ഒരവസ്ഥ തുടർ ഭരണങ്ങൾ കിട്ടിയതോടുകൂടി
നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി തൊട്ട് ഏറ്റവും താഴെക്കിടയിലുള്ള CPM അണികളുടെ വരെ ഒരു ബോഡി ലാംഗ്വേജിലും അവരുടെ ഒരു ഭാഷയിലും അവരുടെ ഇടപെടലിലും ഉണ്ടാവുന്ന ഒരവസ്ഥ, ഏറ്റവും നിസ്സാരമായിട്ടുള്ള വിമർശനങ്ങളെ പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഒരു മത പുരോഹിതൻ, അദ്ദേഹം കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നു, ഒരു ഡിസ്ട്രസ് മൈഗ്രേഷൻ്റെ അവസ്ഥ ഇവിടെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു പോസിറ്റീവ് ആശങ്ക പങ്കുവെക്കുമ്പോൾ പോലും അതിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനാവുകയാണ്. പരസ്യമായിട്ട് അദ്ദേഹത്തെ അവഹേളിക്കുന്ന തരത്തിൽ തിരുത്തുകയാണ്. ഈ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന പേരിൽ ഈ നവകേരള സദസ്സ് വലിയ മാമാങ്കമായിട്ട് എല്ലായിടത്തും കൊണ്ടാടുമ്പോൾ കോട്ടയത്ത് വന്നപ്പോൾ അവിടുത്തെ ജനപ്രതിനിധി ആ നാടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് റബ്ബറിന്റെ വിലയിടിവും മറ്റു പ്രശ്നങ്ങളും ഉന്നയിച്ചത്. അദ്ദേഹത്തെ അവിടെ വെച്ച് ആക്ഷേപിക്കുന്നു. ആരുടെയെങ്കിലും പ്രസംഗം 2 മിനിറ്റ് കൂടിയാൽ അവിടെ അവരെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്നു. ഇതൊക്കെ കണ്ടും കേട്ടിരിക്കുകയാണ്. ഇപ്പൊ MT വാസുദേവൻ നായർ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിമർശനം മുന്നോട്ട് വെക്കുമ്പോൾ നേരെ കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നത് എന്താ? ഇതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ടോ? എത്ര വലിയ ഇൻസൾട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. MD പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതൊന്നും അല്ലാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. MT പറഞ്ഞിട്ടില്ല. MT വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ ഉറപ്പിച്ച കാര്യം ഞാൻ അവിടെ പറഞ്ഞു, അതുകൊണ്ട് ആർക്കെങ്കിലും തിരുത്തണമെങ്കിൽ ആയിക്കോട്ടെ, എന്റെ ദൗത്യം കഴിഞ്ഞു. വളരെ കൃത്യമാണ്. ആരെ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാം കണ്ടതാണ്. ആരെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞതെന്ന് നമുക്കറിയാലോ. ആരെയൊക്കെയാണ് ഉദാഹരിച്ചത് നമുക്കും അറിയാലോ. അദ്ദേഹം ഉദാഹരിച്ചത് സോവിയറ്റ് യൂണിയന്റെ അനുഭവമാണ്. ചെക്കോവിനെ കുറിച്ചും ഒക്കെയാണ് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ സ്റ്റാലിനിസത്തിന്റെ അപകടത്തെ കുറിച്ചാണ് പറഞ്ഞത്. വ്യക്തിപൂജയുടെ കാര്യത്തിൽ EMSനെയാണ് അദ്ദേഹം മാതൃകയാക്കി ഉദാഹരിച്ചത്. അപ്പൊ അതൊക്കെ ആരെ ഉദ്ദേശിച്ചാണ്? അതൊരു സാന്ദർഭികമായിട്ടുള്ള പ്രസംഗം അല്ലല്ലോ. അദ്ദേഹം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ 10-20 വർഷം മുമ്പുള്ള നിലപാടാണ്. ആ വർഷങ്ങൾക്ക് ശേഷവും ആ നിലപാട് ആവർത്തിക്കേണ്ട ഒരു വേദിയായി പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു വേദിയെ അദ്ദേഹം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ആ വിമർശനം ആർക്ക് നേരെയാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അറിയാം. അപ്പൊ കുറെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി, ഞങ്ങളെയല്ല ഉദ്ദേശിച്ചത്, മോദിയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയും. അപ്പൊ മോദിക്കും പിണറായിക്കൊക്കെ ഒരേ വിമർശനം തന്നെയാണ് ചേരുക എന്നുള്ള കൂടിയാണ് അവർ അംഗീകരിക്കുന്ന മറുഭാഗത്ത്. അപ്പോൾ അതിലെ കൗതുകം മറുഭാഗത്ത് നിൽക്കട്ടെ. ഏതായാലും അതിനുശേഷം കേരളത്തിലെ പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് MTക്കെതിരെ അന്വേഷണം പ്രഖ്യാപിപ്പിക്കുകയാണ്. അപ്പൊ എത്ര വലിയ ഒരു ഡീപ് സ്റ്റേറ്റ് ആണെന്ന് ആലോചിച്ച് നോക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. സ്റ്റാലിനെതിരെ ആരെങ്കിലും ഒക്കെ മിണ്ടിയാൽ ഉടനെ അവരെ 5 പത്തികളൊക്കെ ആയിട്ട് മുദ്രകുത്തി ഗുലാഗിലേക്ക് അയക്കുക എന്നുള്ള അനുഭവം, അത് ഈ ഏകാധിപതികളുടെ മുഴുവൻ സ്വഭാവമാണ്. അത്തരത്തിലുള്ള ഒരു ഏകാധിപതിയായിട്ട് മാറുന്നു. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേർ ഇത്ര ഗുരുതരമായിട്ടുള്ള ആക്ഷേപം വരുമ്പോഴും അതിനോടൊന്നും ഞാൻ പ്രതികരിക്കേണ്ടതേ ഇല്ല, എനിക്ക് നിങ്ങളോടൊന്നും മറുപടി പറയേണ്ട കാര്യം പോലും ഇല്ല എന്ന ഒരു ധാർഷ്ട്യത്തിലാണല്ലോ അദ്ദേഹം നിൽക്കുന്നത്. അതല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ, എൻ്റെ മകളുടെ കമ്പനിയുടെ പ്രവൃത്തി ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഒരു നമ്മുടെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ജനാധിപത്യ സങ്കല്പത്തിൽ ഇതൊരു വലിയ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയല്ലേ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഇരിക്കുന്നു. അദ്ദേഹം IT വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മകൾ ഒരു IT കമ്പനി നടത്തുന്നു. അദ്ദേഹം പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ആ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങൾ നേരിടുന്ന ഒരു കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൾ പ്രത്യേകിച്ച് യാതൊരു സേവനവും നൽകാതെ ഓരോ മാസവും പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതികരിക്കണ്ടേ? പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് ഈ തുടർ ഭരണത്തിലൂടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ 5 വർഷത്തേക്ക് ഇതാ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് ഞങ്ങളുടെ എല്ലാ തെറ്റുകൾക്കുമുള്ള ഒരു ബ്ലാങ്ക് ചെക്കാണ്. ഞങ്ങൾ എന്ത് ചെയ്താലും ഈ വിജയത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അതിന്റെ കമന്റുകളിലൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. തൃത്താലയിലെ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അതിന്റെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളുകൾക്ക് മിണ്ടാൻ അവകാശമില്ല. ഇത് തന്നെയാണ് മോദിയും പറയുന്നത്. അപ്പൊ എന്താണോ മോദിക്ക് ചേരുന്ന വിമർശനങ്ങൾ, അതേ വിമർശനങ്ങൾ കൃത്യമായി ചേർത്ത് വെക്കാവുന്ന ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതും കൂടിയാണ് നമുക്ക് ബോധ്യമാവുന്നത്. ഈ ചോദിച്ചതിന്റെ മുഖ്യമന്ത്രി, നമ്മുടെ ഒരു മുഖ്യമന്ത്രി ആര് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ജനങ്ങൾ തെരഞ്ഞെടുക്കട്ടെ എന്നാണ് പറഞ്ഞത് അല്ലെ? ജനങ്ങൾ തെരഞ്ഞെടുത്ത് MLA ആവുന്നുള്ളൂ അല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രീതി എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്കൊരു ഇഷ്ടമാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ ഇഷ്ടപ്പെടും. ഞാനതില് വളച്ചുകെട്ടൊന്നും ചെയ്യുന്നില്ല.
കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ വരണം. അതാരായാലും മറ്റ് ലക്ഷക്കണക്കിന് കോൺഗ്രസ്സുകാരെ പോലെ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളുകയും സന്തോഷിക്കുകയും ചെയ്യും. ഇത് എൻ്റെ മാത്രം ആഗ്രഹമല്ല. ഞാനിപ്പോൾ പറയുന്ന വാക്കുകൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ്സുകാരുടെ, UDFകാരുടെ, നിഷ്പക്ഷരുടെ, ജനാധിപത്യ വിശ്വാസികളുടെ പൊതു അഭിപ്രായമാണ്. ഈവൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ അടക്കം അഭിപ്രായമായിരിക്കും. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി വേണം. അത് ആരാണെന്നില്ല, എനിവൺ ആരായാലും സ്വീകരിക്കാം. കാരണം സ്വാഭാവികമായിട്ട് അതിന് പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരു 4-5 ആളുകളിൽ നിന്ന് ഒരാളായിരിക്കുമല്ലോ. ചെന്നിത്തല അതിന് യോഗ്യനല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം യോഗ്യനാണ് അല്ലേ? നിങ്ങൾ കൂടുതൽ പേരുകളിലേക്ക് എന്നോട് ചോദിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം യോഗ്യനാണ്. മറ്റു നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ അതിന് അർഹതപ്പെട്ട ആളുകളുണ്ട്. കോൺഗ്രസ്സുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി ചെന്നിത്തലയ്ക്ക് അർഹതപ്പെട്ടതെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു താങ്കൾ? ഞാൻ ചോദിക്കട്ടെ, വ്യക്തികളിലേക്ക് ചർച്ച ചുരുക്കരുത് ദയവായിട്ട്. നിങ്ങളൊരു ഇന്റർവ്യൂവിന്റെ ഉദ്ദേശത്തിൽ ചിലപ്പോൾ ഒരു ഹെഡ്ലൈൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയായിരിക്കും. ഞാൻ അതിൽ ആ ട്രാപ്പിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഈ ദുർഭരണം അവസാനിക്കണം. അതാണ് കാഴ്ചപ്പാട്. അതാണ് മുന്നോട്ട് അത് കോൺഗ്രസ് വേണ്ടി നിഷ്പക്ഷമായിട്ട് പിൻസീറ്റിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ അടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത്വം. ഈ കേരളത്തിന്റെ ഭരണം പിൻസീറ്റിൽ കേരളത്തിന്റെ ഭരണം പിൻസീറ്റിൽ നിയന്ത്രിക്കുന്നതാരാ? ഇപ്പോഴത്തെ ഭരണം മുഖ്യമന്ത്രിയുടെ ഒരു കുടുംബത്തിന്റെ സ്വാധീനം എല്ലാവരിലും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇനി അതിനപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും ചരട് വലികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്ന ഒരു ആക്ഷേപങ്ങൾ പലതും നീണ്ടുപോകുന്നത് ഒരേ ദിശയിലേക്ക് തന്നെയാണല്ലോ. സാധാരണഗതിയിൽ ഒരു CPM ഭരണത്തിൽ, LDF ഭരണത്തിൽ ഈ പിൻസീറ്റ് ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാറുള്ളത് പാർട്ടി സെക്രട്ടറിയാണ്. അതിന് ഒരു ഭരണഘടനാ ധാർമ്മികത ഇല്ലെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഉണ്ട്. കാരണം ആ പാർട്ടിയാണല്ലോ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നയങ്ങൾ തന്നെയാണോ സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഓരോ വിഷയങ്ങളിലും പാർട്ടിയുടെ പൊതു കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ടുള്ള നടപടികളാണോ എന്നതൊക്കെ ഒന്ന് വിലയിരുത്താനും നിരന്തരം ഒന്ന് ഒരു വാച്ച് ഡോഗ് പോലെ പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ഇടപെടലാണ് അത് എങ്കിൽ പോലും അതിൽ ഈ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഉണ്ട്. പക്ഷെ ഇന്ന് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് കഷ്ടമല്ല അദ്ദേഹത്തിന്റെ കാര്യം. ഈ പറഞ്ഞ തൈക്കണ്ടി ഫാമിലിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കേവലം ക്യാപ്സ്യൂൾ നിർമ്മാതാവായി CPMന്റെ സംസ്ഥാന സെക്രട്ടറി അധപ്പതിക്കുന്ന അവസ്ഥയല്ലേ നമ്മൾ എത്രയോ തവണയായിട്ട് കണ്ടിട്ടുള്ളത്. നമുക്ക് സാധാവാണ് അദ്ദേഹത്തോടുള്ളത്. ആ പദവി വലിയ പദവിയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ അവരുടെ പാർട്ടിക്കാർ കൊടിയേരിക്ക് ഒരു ആർജവം ഉണ്ടായിരുന്നു. കൊടിയേരിയെ കുറിച്ച് മറ്റു പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു. കൊടിയേരി ചെയ്യുന്ന കുറെ കൊള്ളരുതായ്മകളെ കുറിച്ചും ഒക്കെ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പാർട്ടിക്കാരുടെ ഇടയിലും ഈ പറയുന്ന പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ടായിരുന്നു. ഇന്നതില്ല. ആ നിലപാട് നടപ്പാക്കുന്ന ഒരു വ്യക്തി അല്ലേ? താങ്കളിപ്പം ഇടതുപക്ഷത്തിൽ നിന്നും താങ്കൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു MLA പേര് വരാൻ പ്രകാരം പറയും. സത്യം പറഞ്ഞപ്പോൾ ആര് പറഞ്ഞാൽ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം ഇല്ല. താങ്കളൊക്കെ ഒരേ പ്രായത്തിലുള്ള കുറെ ആളുകളുണ്ട്. ഇപ്പോൾ അങ്ങനെ അവരുമായിട്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് സൗഹൃദം ഇല്ല. സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ? അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. ഇപ്പം കേരളത്തിലെ പൊളിറ്റിക്സ് കുറെ കൂടി ഒരു കോൺഫ്രണ്ടേഷനിസ്റ്റ് ലൈനിലേക്ക് മാറിയിട്ടുണ്ട്. പരസ്പരം ഒരു അതിനിടയിലുള്ള മിഡിൽ സ്പേസ് ഇല്ലാതാവുകയാണ്. താങ്കൾ നിയമസഭയിൽ ഇരുന്നപ്പോൾ ആ സമയത്ത് ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. നിയമസഭയിൽ ഇരിക്കുമ്പോൾ ആദ്യത്തെ തവണ ആ നിലയ്ക്ക് കുറേ കൂടി ഒരു കോഡിലായിട്ടുള്ള അന്തരീക്ഷം. ഇപ്പം CPMൽ നിന്ന് യുവാക്കൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു യുവാക്കളും തൊട്ട് മുൻപത്തെ ജനറേഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം TV രാജേഷ്, R രാജേഷ് അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരായിട്ട് ഞങ്ങളുടെ ഒപ്പം വന്ന ഫസ്റ്റ് ടൈമേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളെക്കാൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളായിരുന്നു A പ്രദീപ് കുമാർ, ശ്രീരാമകൃഷ്ണൻ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ. അവരൊക്കെ ആയിട്ടുള്ള ഒരു സാമാന്യം ഭേദപ്പെട്ട റിലേഷൻ ഉണ്ടായിരുന്നു. CPMന്റെ പരിപാടികൾക്കൊക്കെ നമ്മളും ക്ഷണിക്കപ്പെടുമായിരുന്നു. CPMന്റെ സംസ്ഥാന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾക്കടക്കം ക്ഷണിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു വളരെ എന്താ പറയാ അകൽച്ചയിലേക്ക് രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രീയമല്ല അല്ലെ? സ്വാഭാവികമായിരിക്കാം. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയാ സങ്കുചിതമായിട്ടുള്ള ആളുകൾ, കുറച്ചുകൂടി തീവ്രമായിട്ട് മാത്രം നിൽക്കുന്ന ആളുകൾ, അവരിലേക്ക് രാഷ്ട്രീയം പോകുന്നതിന്റെ അപകടമാണ്. അപകടത്തിലേക്ക് തന്നെ പോകും.
സ്വാഭാവികമാണ്. അതിപ്പോ ഒരു ഭാവിയിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കൂടുതൽ അങ്ങനെ അകൽച്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ട്, ആരുടെ പേര് പറയാൻ പറ്റും? ശൈലി കൊണ്ടും അല്ല, എനിക്ക് പരിചയമുള്ള ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ല, നമ്മൾ പുറത്തു അതിനു മുൻപ് VS അച്യുതാനന്ദന്റെ സമയത്ത് ഞാൻ യുവജന സംഘടനാ പ്രവർത്തകനായിട്ട് പുറത്തു നിൽക്കുന്ന ആളാണ്. അതിനു മുമ്പത്തെ നായനാരുടെ ഒന്നും ഭരണത്തെ പിന്നെ നമുക്കങ്ങനെ നേരിട്ടുള്ളൊരു ഇതില്ല, നമ്മളൊക്കെ കോളേജിലൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഏതായാലും ഇടതുപക്ഷത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും നടക്കുമല്ലോ. പക്ഷെ മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടലിൽ ഇടതുപക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ നടന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഒരുപക്ഷെ പിണറായി വിജയനാണ്. സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ പാർട്ടിയിലൊക്കെ ഉള്ള ഒരു അപ്രമാദിത്വം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസ്ഥ ഞാൻ പിന്നെ പറയേണ്ടതില്ല. അപ്പൊ അതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാർക്കൊക്കെ ഒരു പാർട്ടി ലൈനാണല്ലോ. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ആരാണെന്ന് പോലും അദ്ദേഹം അല്ലല്ലോ തീരുമാനിച്ചത്. അങ്ങനെ തർക്കം നടക്കുന്നുണ്ടായല്ലോ. ചില പേഴ്സണൽ സ്റ്റാഫിനെ അദ്ദേഹത്തിന് ഇടപെട്ട് മാറ്റിയും പുതിയ ആളുകളെ, കുറച്ചും കൂടി വിശ്വാസമുള്ള ആളുകളെയൊക്കെ വെക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉള്ള ആളുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ ഉദ്ദേശിച്ച ശൈലി കൊണ്ടും ഒരു സംസാര രീതി കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അതാ പറഞ്ഞ, എനിക്ക് പരിചയമുള്ള അത്തരത്തിലുള്ള ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമായിട്ടും ഒരു 5-6 തവണ ഒരുപക്ഷെ അസംബ്ലിയിലൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും നിവേദനമൊക്കെ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഉള്ള ഇന്ററാക്ഷൻ അല്ലാതെ മറ്റൊരുപാട് ഇന്ററാക്ഷൻ ഇല്ലല്ലോ. 3-4 തവണ ചില വിഷയങ്ങളിൽ, പോലീസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊക്കെയാണ് കേട്ടോ ആ സംസാരമൊക്കെ. പിന്നെ ഈ പറഞ്ഞ അസംബ്ലിയിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മളൊരു അപേക്ഷയ്ക്കായിട്ട് കൊടുക്കുമ്പോഴും ഉമ്മൻചാണ്ടി ആണെങ്കിൽ നമ്മളെ അവിടെ നിർത്തിയിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത സീറ്റിൽ ഇരുത്തിയിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പം തന്നെ ഒരു തീരുമാനം എടുക്കും. ഇദ്ദേഹം അതല്ല, വാങ്ങി ശരി നോക്കാം എന്ന് പറഞ്ഞ് വാങ്ങി വെക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനുള്ള സ്പേസ് അവിടെ വെച്ച് കട്ടായമാണ്. അപ്പൊ പിന്നെ അതാ അദ്ദേഹത്തിന്റെ രീതി. ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ശശി തരൂരിന്റെ പ്രസ്താവനയുടെ അതിന്റെ ഞാൻ റിപ്പോർട്ടഡ് വെർഷൻ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഞാൻ അതിന്റെ നേരിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പൂർണ്ണമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ അവരുടെ മസ്ജിദ് പൊളിച്ചു കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റിയാൽ അത് അപ്പുറത്തുള്ള ആളുകൾക്ക് സ്വീകാര്യം. അതൊരു ശരിയായ ചരിത്രബോധത്തിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഒരു ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു മസ്ജിദായിട്ട് 400 വർഷത്തോളം പ്രവർത്തിച്ച ഒരു കെട്ടിടമാണ്. അതിനു മുൻപ് ആ മസ്ജിദ് ഉണ്ടാവുന്നത് അതിനു മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമാണ്. അത് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള ചരിത്രകാരന്മാരോ ആർക്കിയോളജിസ്റ്റോ പൂർണ്ണമായി കൺക്ലൂസീവായി തീർപ്പ് കൽപ്പിച്ചൊരു കാര്യമല്ല. പല വേർഷൻ ഉണ്ട്. പക്ഷെ അതൊരു ആധികാരികമായിട്ടുള്ള നിലപാടല്ല. അല്ലെങ്കിൽ തന്നെ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുകയാണ് വേണ്ടത്. ചരിത്രത്തിൽ തിരിച്ചുപോയി പ്രതികാരം ചെയ്യുക എന്നുള്ളതല്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂപ്രദേശം ഉണ്ടല്ലോ, അവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഭരണ സംവിധാനങ്ങളുണ്ട്. പലരും പലയിടങ്ങളിൽ നിന്നായിട്ട് ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. പല രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, അധിനിവേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ ആരാധനാലയങ്ങൾ തകർക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഇന്ത്യ അല്ല നമ്മുടെ ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുമ്പോൾ 1947 ഓഗസ്റ്റ് 15 രൂപം കൊണ്ട ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 1950 ജനുവരി 26 നിലവിൽ വന്ന ഒരു ഭരണഘടനാധിഷ്ഠിത ജനാധിപത്യമാണ്. അവിടം തൊട്ടുള്ള ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യ. അവിടം തൊട്ടുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതിനു മുൻപ് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതോ കാലത്ത് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാവാം. അതിന് ഇപ്പൊ വന്ന് പ്രതികാരം ചെയ്യല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ബാബറി മസ്ജിദ് പൊളിച്ചത് ഒരു വലിയ തെറ്റാണ് എന്ന് തന്നെയാണ് ഒരു ആധുനിക ചിന്തയുള്ള ഒരാൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മതനിരപേക്ഷ ബോധ്യമുള്ള ഒരാൾക്ക് അത്തരത്തിൽ നിലപാട് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നിലനിൽക്കുന്ന ഒരു ആരാധനാലയം തകർത്ത് അതേ സ്ഥലത്ത് തന്നെ വാശിയോടുകൂടി മറ്റൊരു ആരാധനാലയം ഉണ്ടാക്കുമ്പോൾ അതൊരു ആഹ്ലാദിക്കപ്പെടേണ്ട കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധിയെ ഇന്ത്യയിൽ എല്ലാവരും
ഉൾക്കൊള്ളുന്നുണ്ട്. അത് മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് നീതിപൂർവമായിട്ടുള്ള വിധിയാണെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവട്ടെ എന്നുള്ള ഇതിന്റെ പേരിലാണ്. അതിലെ നീതിയുക്തമില്ലാത്ത ആ വശത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇതല്ലാതെ ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യയിൽ മറ്റൊരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുമ്പിലുണ്ട്. കാരണം അത്രത്തോളം ജുഡീഷ്യറി അടക്കം സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ അതിൽ നമുക്ക് ആഹ്ലാദിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളല്ല. അല്ല, ഇത്രയും വലിയൊരു നേതാവായിട്ട് തന്നെയാണ് നമ്മൾ ശശി തരൂരിനെ കാണുന്നത് അല്ലേ? ഒരു ഘട്ടത്തിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ മോഹിച്ചു വന്നു. പല കാര്യങ്ങളും എതിർത്തുകൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴും കോൺഗ്രസിന്റെ ഒരു വലിയ സ്ഥാനത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ കോൺഗ്രസിന്റെ ഇപ്പൊ ബൽറാം ഇപ്പോൾ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു, മറ്റെന്ത് കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു യുവ നേതാക്കളുണ്ടായിരുന്നു ഈ കാര്യത്തിൽ. എന്തുകൊണ്ട് ഇവരൊന്നും പ്രതികരിച്ചില്ല ഈ ശശി തരൂരിന്റെ വിഷയത്തിൽ? അല്ല, ശശി തരൂരിന്റെ ഈ ഒരു വാചകം മാത്രം അടർത്തിയെടുത്ത് ഞാൻ പറഞ്ഞത്, ശശി തരൂർ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ നിലപാടോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഈ ക്ഷണം ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് ഈ ട്രസ്റ്റ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണം പത്രിക അയച്ചിരുന്നു. അപ്പൊ അതിനെ നിരസിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ആർജവത്തോടു കൂടിയുള്ള നിലപാടാണ്. ആ നിലപാട് പറഞ്ഞു വൈകി എന്ന് പറയാൻ പറ്റില്ല. 22 നടക്കാനിരിക്കുന്ന ഒരു പരിപാടിയെ സംബന്ധിച്ച് 10-ാം തീയതി തന്നെ ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ നിലപാട് സ്വീകരിച്ചു. കാരണം ഇതൊരു എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് എന്ന് പറയുന്നത് CPM-നെ പോലെയോ മറ്റാരെങ്കിലും പോലെയോ ഏതെങ്കിലും ഒരു ഇട്ടാവട്ടത്തിലെ രാഷ്ട്രീയം മാത്രം നോക്കി തീരുമാനമെടുക്കേണ്ട ആളുകളല്ലല്ലോ. പല ആശയഗതിക്കാരുണ്ട്, പല താല്പര്യങ്ങളുണ്ട്. അതിനെയൊക്കെ കേട്ടും അവരെയൊക്കെ കൺവിൻസ് ചെയ്തും അവസാനം ശരിയായൊരു തീരുമാനത്തിലേക്ക് എത്തിയോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് CPM-ഓ മറ്റു പലരോ പ്രതീക്ഷിച്ചിട്ടില്ല. അവരുടെ ആ നിലയ്ക്കുള്ള ഒരു ഇച്ഛാഭംഗം കൂടിയാണ്. കോൺഗ്രസ് ഇതിൽ പോണായിരുന്നു, എന്നിട്ട് അതിന്റെ പേരിൽ കോൺഗ്രസിനെ പ്രതികൂട്ടിൽ നിർത്തണമായിരുന്നു എന്ന് കരുതി കുറേയേറെ ആളുകൾ അതിന്റെ നെറേറ്റീവുകൾ സൃഷ്ടിച്ച് കാത്തു വെച്ചിരിക്കുകയായിരുന്നു. അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ നിരാശ കൂടിയാണ് ഈ വൈകി എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം പറയുന്നത്. ഒട്ടും വൈകിട്ടില്ല, കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി ശ്രീ ജയറാം രമേശ് പുറത്തിറക്കിയ ഒരു കമ്മ്യൂണിക്കെ ഉണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത്. കോൺഗ്രസ് ഈ നാട്ടിലെ ഹിന്ദു മതവിശ്വാസികളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്, രാമഭക്തന്മാരെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ ഈ രാജ്യത്തുണ്ട്. അവരിൽ കുറേയേറെ ആളുകൾ കോൺഗ്രസിനൊപ്പം ഉണ്ട്. അപ്പൊ അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്നത് ദിസ് ഹാസ് ലോങ് ബീൻ എ പൊളിറ്റിക്കൽ പ്രൊജക്ട് ഓഫ് ദ RSS BJP. അപ്പൊ അതാണ് വിഷയം. ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. അതിന്റെ ക്ഷണപത്രിക കണ്ടാൽ തന്നെ നമുക്കറിയാലോ. 1-ാമത്തെ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്, 2-ാമത്തെ പേര് RSS നേതാവ് മോഹൻ ഭഗവത്തിൻ്റെതാണ്, 3-ാമത്തത് ഉത്തർപ്രദേശിലെ ഗവർണർ, 4-ാമത്തത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കും ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഗവർണർക്കും മുകളിൽ RSS-ന്റെ സർഗ് സംഘചാലകനെ പ്രതിഷ്ഠിച്ച ആ പ്രതിഷ്ഠാ ചടങ്ങാണ് അവിടെ നടന്നത് യഥാർത്ഥത്തിൽ. അപ്പോ ഇന്ത്യൻ പോളിറ്റിയുടെ ഘടന മുഴുവൻ മാറ്റി തീർക്കുകയും ഇന്ത്യയെ ഒരു പൂർണ്ണമായ തിയോക്രസിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ഒരു ചടങ്ങായിട്ടാണ് അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്കില്ല എന്ന് പറഞ്ഞു. കൃത്യമാണ്, ഞാൻ പറഞ്ഞു വെച്ചതെന്ന് നമുക്ക് പോയിട്ട് അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ശശി തരൂരും പറയുന്നത്. അതിനെ കൃത്യമായിട്ട് വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ശശി തരൂർ പറയുന്നത്. പക്ഷെ ഈ ഒരു ആംഗിൾ അത് ഒരു ചരിത്രപരതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതല്ല എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത്. കേരളത്തിൽ നിന്നും 19 MP-മാരെയാണ് കഴിഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ 18-ലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? 18-ലേക്ക് മാറിയിട്ടുണ്ട്. ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും വിധിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, 19 പേരെയും UDF ആയിട്ടാണ് ജനങ്ങൾ ജയിപ്പിച്ചിട്ടുള്ളത്. ഒരു ആളുടെ പാർട്ടി പിന്നീട് കാലുമാറിപ്പോയി എന്നത് മാത്രമല്ലേ ഉള്ളൂ. അത് രാഷ്ട്രീയ അധാർമികതയാണ്. അപ്പൊ 19 സീറ്റിലും ഞങ്ങളാണ് ജയിച്ചു നിൽക്കുന്നത്. അത് ആവർത്തിക്കാൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. അതിൽ ആലപ്പുഴ സീറ്റ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടാത്തത് ഇത്തവണ 100% കിട്ടുമെന്ന് പറയുന്ന ഒരു അഡീഷണൽ സാഹചര്യം കൂടിയുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അതിന് അനുവദിക്കുന്നു. അല്ലാതെ എങ്ങനെ? കേരളത്തിലെ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 2.5 വർഷത്തെ പ്രവർത്തനം ആ ഗവൺമെന്റിന് മതിപ്പ് കൂട്ടിയിരിക്കുകയാണോ കുറച്ചിരിക്കുകയാണോ? 2 രീതിക്കും ചിന്തിക്കാം. ഒരിക്കലും അല്ല, ഒറ്റ രീതിയിൽ തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങളതിനെ ഒരു എന്താ പറയാ പാൻ കേരള എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് ഈ 2ാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ ഈ 2.5 വർഷത്തിനുള്ളിൽ നിരവധി തവണ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ ഓരോ തവണയും UDF നില മെച്ചപ്പെടുത്തുകയാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കുന്നു, UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ പരമാവധി നിലനിർത്തുന്നു, BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിക്കുന്നു. ഇനി കഴിഞ്ഞ തവണ നമ്മളൊരു 30 വോട്ടിന് 40 വോട്ടിന് ജയിച്ച വാർഡുകളിൽ 100 വോട്ടിന് 200 വോട്ടിനും ജയിക്കുന്നു. കഴിഞ്ഞ തവണ 300 വോട്ടിന് തോറ്റ സ്ഥലത്ത് ഇത്തവണ 25 വോട്ടിന് തോൽക്കുന്നു. അപ്പം ഈ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ ഇതൊരു ഒറ്റത്തവണ അത്ഭുതമല്ല. ഞാൻ പറഞ്ഞത് ഈ ഓരോ ബാച്ച് ഓഫ് ഇലക്ഷൻസിലും ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയി ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ 17,000 വോട്ടിന് ജയിച്ചിരുന്ന തൃക്കാക്കരയില് 25,000 വോട്ടിന് ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. ഉമ്മൻചാണ്ടി അടക്കം 8,000 സംതിങ് വോട്ടിന് ജയിച്ച പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ 4 ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. ഇതിലൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മാറുന്ന ഒരു മൂഡ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിണറായി വിജയന്റെ സ്വന്തം നാട്ടിലടക്കം അവിടുത്തെ മുനിസിപ്പാലിറ്റി മട്ടന്നൂർ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഈ മാറ്റമുണ്ട്. അപ്പൊ അത് ഒരിക്കലും അത് ഒരു എന്താ പറയാ യാഥാർത്ഥ്യമില്ലാത്ത വെറും ഒരു കാര്യമല്ല. അതിനുള്ള കാരണങ്ങളുണ്ട്. എന്തൊക്കെയാ കാരണം? ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും ഇന്ന് പൊള്ളയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ വാഗ്ദാനം എന്തായിരുന്നു? ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ എല്ലാ മാസവും വീട്ടിലെത്തിച്ച് നൽകും. ഇപ്പൊ ജനുവരി മാസം അവസാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 5 മാസം പൂർത്തീകരിച്ചു. ഫെബ്രുവരി മാസം 1-ാം തീയതി ആകുമ്പോഴേക്കും 6 മാസം കുടിശ്ശികയാവാൻ പോവാണ്. കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷമുള്ള ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. ഇത്രയും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള ഒരു കാലം പോലും ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെറും 2.5 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നതിനെയാണ് ഇവരുടെ ഒരു നെറേറ്റീവ് 18 മാസം 20 ഓരോ തൊള്ളേ തോന്നിയ കണക്കുകളാണ് പറഞ്ഞിരുന്നത്. അപ്പോ ആ പ്രചരണം ആ ഘട്ടത്തിൽ ജനങ്ങൾ വിശ്വസിച്ചു പോയതാണ്. പക്ഷെ ഇന്ന് അവരുടെ അനുഭവമാണ്. ആ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ ക്ഷേമനിധി പെൻഷൻ ഉണ്ടല്ലോ, അവരുടെ കൂടി വിഹിതം അടച്ചിട്ടാണ്. അതൊരു വർഷത്തിലേറെ പെൻഡിങ് ആണ് ഓരോ മേഖലയിലും. അതായത് ഇപ്പം സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള പൈസയില്ല, LSS USS സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് പൈസയില്ല. പിന്നെ എന്താ പറയാ, ഓരോ മേഖലയിൽ നമുക്ക് കാണുന്നല്ലേ. ആശുപത്രികളുടെ അവസ്ഥ എന്താ? ഏതെങ്കിലും ആശുപത്രിയിൽ മരുന്നുണ്ടോ? മെഡിക്കൽ കോളേജുകളിൽ പോലും അത്യാവശ്യം മരുന്നുകൾ പോലും ഇല്ല. അപ്പോ ഒരു ഭാഗത്ത് വലിയ പ്രചരണം നടക്കുകയാണ്. കേരളം നമ്പർ 1 ആണ്. കേരളത്തിന്റെ പോരായ്മകൾ ആരെങ്കിലും വിമർശിച്ചാൽ ഉടൻ കേരള വിരുദ്ധരാക്കുകയാണ്. അപ്പം ആർക്കും വിമർശിക്കാൻ പോലുള്ള സ്പേസ് ഉണ്ടാവരുത് എന്നുള്ള. അപ്പൊ മോദിയെ വിമർശിച്ചാൽ ഉടൻ പിടിച്ച് രാജ്യദ്രോഹിയാക്കുമല്ലോ. അതുപോലെ പിണറായി വിജയനും ഈ ഗവൺമെന്റിനെയും വിമർശിച്ചാൽ ഉടൻ സംസ്ഥാന ദ്രോഹിയാക്കുന്ന അവസ്ഥയാണുള്ളത്. എത്ര വലിയ അഴിമതികളാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ട് തോന്നുന്നത് കേരളീയ പൊതുസമൂഹത്തെ ഇവർ വലിയ രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ഗുരുതരമായിട്ടുള്ള ആക്ഷേപം, പൊതുരംഗത്ത് നിൽക്കുന്ന ഏതൊരാളുടെയും അല്ല അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനെതിരെയും ഇങ്ങനെ ആക്ഷേപം ഉയർന്നാൽ അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ആരോപണം, അതിന്റെ മെറിറ്റ് എന്താണ്, അത് ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത് മാറ്റിവെക്കാം. പക്ഷെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഉയരുന്നു. പല തലങ്ങളിൽപ്പെട്ട അന്വേഷണങ്ങൾ വരുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ കഴമ്പുണ്ട് എന്ന് കാണപ്പെടുന്നു. ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അവര് വളരെ വിശദമായ അന്വേഷണത്തിന് ശേഷം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വേർഡിക്റ്റ് ആണ്, അത് ബൈൻഡിങ് ആണ്, അതിനെതിരെ അപ്പീൽ പോലും ഇല്ല. അത് വരുന്നു. അതിനുശേഷം ഇപ്പൊ കോർപ്പറേറ്റ് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന വിഭാഗം അവര് അതേ കണ്ടെത്തൽ ആവർത്തിക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും എന്റെ ചോദ്യം എത്രയാണ്, ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ നടത്താൻ വീണ വിജയൻ തയ്യാറാവുന്നില്ല. വീണ വിജയന്റെ പിതാവായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവുന്നില്ല. വീണ വിജയന്റെ ഭർത്താവായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തയ്യാറാവുന്നില്ല. മറുപടി പറയുന്ന ആരാ? AK ബാലനും അല്ലെങ്കിൽ EP ജയരാജനും അടക്കമുള്ള ആളുകളാണ്. അപ്പൊ CPM പോലും ഇത്രമാത്രം ഒരു ഫാമിലിക്ക് വേണ്ടി അവരുടെ സ്തുതിപാഠകരായി അവരുടെ സംരക്ഷകരായിട്ട് മാറുക എന്ന് പറയുമ്പോൾ CPMന്റെ അണികൾക്ക് പോലും സഹിക്കുന്നുണ്ടാവില്ല അത്. കാരണം നേരത്തെ മുന്നനുഭവങ്ങളുണ്ട്. ഇതേപോലെ ഫാമിലി മെമ്പേഴ്സിനെതിരെ ആക്ഷേപം നേരിട്ട ഒരു നേതാവാണ് അന്തരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് എന്നൊക്കെ പറയുന്നത് SFIയിലൂടെ പാർട്ടിയുടെ കുറെ കൂടി മെയിൻ സ്ട്രീമിൽ ഉണ്ടായിരുന്ന ആളാണ്. അയാൾക്കെതിരെ ഒരു ആക്ഷേപം വന്നപ്പോൾ പോലും പാർട്ടി എന്ന നിലയിൽ ഈ നിലയിൽ സംരക്ഷണം നിർത്തില്ല. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നങ്ങ് പോരാളി ഷാജിമാരൊക്കെ ഇറങ്ങി എന്നല്ലാണ്ട് പാർട്ടി ഈ നിലയിൽ ഡിഫൻസ് തീർത്തോ? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അനാരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയം കൂടിയായിരുന്നു. അപ്പൊ പോലും ഉണ്ടായിട്ടില്ല.
പക്ഷെ ഈ തൈക്കണ്ടി ഫാമിലിയുടെ വിഷയം വരുമ്പോൾ എൻറ്റയർ പാർട്ടി മെഷീനറി അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ടാണല്ലോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ ദിവസേന ഡിഫൻസുമായിട്ട് വരുന്നത്. അപ്പോ അത് സാധാരണ CPM അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ മാത്യു കുഴൽനാടിന്റെ ഒരു പോരാട്ടമാണത് അല്ലെ. ഒരു ആർജവമുള്ള ഒരു MLA ആയിട്ട് ഞാൻ കാണും. മൂവാറ്റുപുഴ ആർജവമുള്ള ഒരു MLA ആയിട്ടാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര അദ്ദേഹം ഈ പോരാടുമ്പോഴും അത്രമാത്രം ഒരു പിന്തുണ കോൺഗ്രസിൽ നിന്നും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നാത്ത ഒരു കാര്യമാണ്. ഒരു പക്ഷേ തോന്നലായിരിക്കാം. ഇപ്പൊ മാത്യു കുഴൽനാടനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മൂവാറ്റുപുഴയിൽ ഒരു വലിയ കോൺഗ്രസിന്റെ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഞാനാണ് അതിൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പലതരത്തിലുള്ള അത്തരത്തിലുള്ള ഇതുണ്ട്. പിന്നെ ഇതൊരു ടെക്നിക്കൽ വിഷയമാകുമ്പോൾ ഇതിന്റെ ഈ പറയുന്ന മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ഈ വീണ വിജയന്റെ കമ്പനിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാസപ്പടി അടക്കമുള്ള വിഷയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം, അത് കേരളത്തിലെ കോൺഗ്രസിലെ മുഴുവൻ ആളുകളും ഉൾക്കൊള്ളുന്ന, മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, മനസ്സുകൊണ്ട് മാത്രമല്ല പറ്റുന്ന എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോരാട്ടമാണ്. പാർട്ടിക്ക് വേണ്ടിയും നമ്മുടെ പൊതുരംഗത്തിലെ ചില ധാർമ്മികതയൊക്കെ ഉണ്ടല്ലോ, ഒരു ഭരണാധികാരി പുലർത്തേണ്ട അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ആ ജനാധിപത്യ ധാർമ്മികതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായി തന്നെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഒരു ടെക്നിക്കൽ വിഷയമായതുകൊണ്ട് അദ്ദേഹം ഒരു നിയമജ്ഞൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹം അതിന്റെ വിശദാംശങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യവും അനുവാദവും പാർട്ടി നൽകുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹമാണ് തുടർന്ന് എപ്പോഴും ഇത് പറയുന്നത്. അപ്പൊ അദ്ദേഹം തുടർന്ന് പറയുമ്പോൾ ചെനക്കനാലിലെ കയ്യേറ്റമായിട്ട് നേരെ അദ്ദേഹത്തിന്റെ എതിരെ വരുന്നു. അതൊന്നും അതിനെതിരെ വരുന്നു. അദ്ദേഹം തന്നെ പിന്നീട് ഫേസ്ബുക്കിൽ വന്നിട്ട് അദ്ദേഹം തന്നെ പറയേണ്ട ഒരു നിലയിലേക്ക് പോവാണ്. അല്ല, ഞാൻ പറയുന്നത് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടിൽ അദ്ദേഹത്തിന് നേരെ ഇങ്ങനെ ഒരു സത്യം പറയുന്നതിന്റെ പേരിൽ ഒരാള് ആക്രമിക്കപ്പെടുമ്പോൾ ആ നിലയിലുള്ള സംരക്ഷണം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണാർത്ഥത്തിൽ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചില വിഷയങ്ങൾ വന്നു. ഭംഗിയായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിന്നക്കല്ലാലെ വിഷയമൊക്കെ എന്താ, അവിടുത്തെ ഇടുക്കിയിലും മറ്റുള്ള ഭൂമി കൈവശം ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാലോ, രേഖയിൽ കാണുന്നതിനേക്കാൾ ഒരു 10-20 സെന്റ് 30 സെന്റ് ഒക്കെ വിരിവ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയ്യിലിടണം. അവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബൗണ്ടറി മാത്രമേ ഉള്ളൂ. അദ്ദേഹമായിട്ട് പുതിയതായിട്ട് വളച്ചു കെട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മതിൽ പണിയുകയോ ഇങ്ങനെയൊക്കെയാണല്ലോ പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനത്തെ ഒന്നുമില്ല എന്ന് അദ്ദേഹം, നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അടക്കം വിളിച്ചുകൊണ്ട് വിശദീകരിക്കാൻ തയ്യാറാകുമ്പോൾ അതിൽ പരം കൺവിൻസിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ അതൊക്കെ നീങ്ങുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ അദ്ദേഹത്തിന് തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം അക്കാര്യത്തിൽ ഒറ്റപ്പെട്ട ഒരാളാണ് എന്നുള്ള നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം എല്ലാ നിലയ്ക്കും പാർട്ടിയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു, ടൂർ ഫോട്ടോ. ആക്ച്വലി ഞാൻ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു. അതെ, ചർച്ച ചെയ്യപ്പെട്ടു. അതൊക്കെ ഈ എനിക്കെതിരെ എന്ത് കിട്ടുമ്പോഴും ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യാനുള്ള പ്രവണതയുള്ള കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ ഇതൊന്നുമല്ലാത്ത വെറുതെ ഒരു ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടാൽ പോലും അതിനടിയിൽ പ്രൊഫൈൽ പിക്ക് മാറ്റിയാൽ പോലും അതിനടിയിൽ വന്ന് തെറി വിളിക്കാനാണ് കുറെ ആളുകൾ കടന്നു വരിക. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് എന്നോടുള്ള ഒരു CPM അണികളുടെ ഒരു വലിയ എന്താ പറയാ ഇതുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിനെ ആ നിലയ്ക്കേ കാണുള്ളൂ. ഒരു വലിയൊരു അസഹിഷ്ണുക്കളായിട്ടുള്ള ഒരു ആൾക്കൂട്ടമാണ് അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ സാധാരണ യാത്ര ചെയ്യുന്ന ഒരാളാണ്. യാത്ര ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും അവിടെ വെച്ച് ഫോട്ടോസ് ഇടാറില്ല. ചിലപ്പോൾ തിരിച്ചു വന്നിട്ട് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ വേറെ പലരും ഇതിലൊക്കെയാണ് ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഫോട്ടോസ് തരിക. ചിലപ്പോൾ മറ്റുള്ളവരുടെ ക്യാമറയിലും മൊബൈലിലും ഒക്കെയാണ് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവരത് അയച്ചു തരുമ്പോഴൊക്കെ ആവും നല്ല ഫോട്ടോസൊക്കെ കാണാൻ തോന്നുമ്പോഴാണ് 3-4 ഫോട്ടോസൊക്കെ ഇടുക. അങ്ങനെ കണ്ടാൽ മതി. ഏതായാലും ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള വിവിധ സമരപരിപാടികളിൽ കേരളത്തിൽ അവിടെയും ഇവിടെയും പ്രാദേശികമായിട്ടും എല്ലായിടത്തും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. ഫോട്ടോ അതിന്റെ ഇടയിൽ വന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ രീതിക്ക് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും കാണേണ്ട കാര്യം, അങ്ങനെ കാണേണ്ട കാര്യമുള്ളേ അല്ല. അതിനപ്പുറത്ത് എന്താണ് അതിൻ്റെ ഒരു കാണാൻ മാത്രം ഉള്ളത്? അല്ല, പറയുമ്പോൾ കൂട്ടി പറയുന്നു മാത്രമേ അത്രേ ഉള്ളൂ. അത് നമ്മളെപ്പോലുള്ള ഒരാളെ എവിടെ പിടിക്കാൻ പറ്റും എന്ന് നോക്കിയിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിം ലീഗ് കോൺഗ്രസിൽ തന്നെ തുടരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത്തരത്തിലൊരു ചോദ്യം തന്നെ ഉദിക്കുന്നില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണ്. കോൺഗ്രസിന്റെ കേരളത്തെ സംബന്ധിച്ച് ഒരു നാച്ചുറൽ അലയൻസ് പാർട്ട്ണറാണ്. എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. പല സ്ഥലങ്ങളിലും പ്രാദേശിക തലത്തിൽ പ്രവർത്തകരെ എടുത്തു നോക്കുമ്പോൾ അവർ കോൺഗ്രസ് ആണോ മുസ്ലിം ലീഗ് ആണോ എന്ന് അറിയാത്ത തരത്തിൽ UDF എന്ന നിലയിൽ ഒരുമിച്ച് പോകുന്നവരാണ് എല്ലാവരും. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് കോൺഗ്രസ് അല്ലാത്ത മറ്റൊരു മുന്നണിയിലേക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. മാത്രമല്ല, ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ഒരു പുതിയ പിക്ചർ ഉയർന്നു വരികയല്ലേ. ഇപ്പൊ BJP-യുടെ വർഗീയ ഫാഷിസത്തെ എതിർക്കണമെങ്കിൽ ആർക്കാണ് സാധിക്കുക എന്നുള്ള ചോദ്യത്തിന്
എല്ലാ പരിമിതികൾക്കകത്തുമുള്ള ഏക ഉത്തരം കോൺഗ്രസ് എന്നാണ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. ഞങ്ങൾക്ക് പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ പല സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷെ എന്നാൽ പോലും ആർക്കെങ്കിലും അത് സാധിക്കുമെങ്കിൽ അത് കോൺഗ്രസിനാണ്. ഇപ്പൊ നിങ്ങളിപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നു. അവിടെ ഏതാണ്ട് 25 കോടിയോളം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ആ ഒരു സംസ്ഥാനത്ത് പോലും ഒരു സീറ്റ് പോലും CPM കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു സംസ്ഥാനത്ത് പോലും 1% വോട്ട് പോലും CPM നേടാൻ സാധിച്ചില്ല. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രാജസ്ഥാനിൽ പോലും 0.9% മറ്റാണ് അവരുടെ വോട്ട് ഷെയർ. പണ്ടത്തെ ബംഗാളെ അല്ല. അപ്പോ അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. അപ്പോൾ മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നത് ഫാഷിസത്തിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുള്ള പാർട്ടിയാണ്. അവരുടെ നേതാക്കന്മാർക്കും ഉണ്ട്, പ്രാദേശിക തലത്തിലുള്ള ഇടത്തട്ടിലുള്ള ആളുകൾക്കും ഉണ്ട്, അവരുടെ അണികൾക്കും ഉണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണാറുണ്ട്. യൂത്ത് ലീഗിന്റെയും ഒക്കെ പരിപാടികളിൽ ഞങ്ങൾ പ്രസംഗിക്കാനൊക്കെ ക്ഷണിക്കപ്പെടുമല്ലോ പലപ്പോഴും. അപ്പൊ ഞങ്ങളെക്കാളൊക്കെ ആവേശത്തിൽ നെഹ്റുവിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും രാഹുൽ ഗാന്ധിയെ കുറിച്ചും കോൺഗ്രസ് ഈ രാജ്യത്തെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിൽ വഹിച്ച പങ്കിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി വലിയൊരു വികാരവായ്പോടു കൂടി സംസാരിക്കുന്ന ആളുകൾ യൂത്ത് ലീഗിന്റെ ഒക്കെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ്. ഏറ്റവും കൂടുതൽ നെഹ്റുവിനെയൊക്കെ കോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ചോദ്യം കോൺഗ്രസിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു മുസ്ലിം ലീഗിന്റെ വഴി നടത്തം എന്നുള്ളത് ഒരു കാരണവശാലും കേരളീയ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഇനി കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അടർന്നു പോകുന്നു പോകും. കോൺഗ്രസിൽ പ്രസക്തരായിട്ടുള്ള ആരും അടർന്നു പോയില്ല. ഞാൻ പലപ്പോഴും മുൻപൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോ അതിലെ ഒരു വാചകം മാത്രം അടർത്തി മാറ്റി പിന്നീട് അത് ട്രോളാക്കി മാറ്റി. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് വലിയൊരു പാർട്ടിയാണ്. പല തലങ്ങളിൽപ്പെട്ട പല നേതാക്കന്മാരുണ്ട്. പലരെയും അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കാറുണ്ട് പല രീതിയിൽ. പക്ഷെ ചിലർക്ക് വ്യക്തിപരമായിട്ടുള്ള ഇച്ഛാഭംഗങ്ങൾ വരും. അവർക്ക് ആ രാഷ്ട്രീയത്തിന്റെ ഉൾക്കാമ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്ത വ്യക്തിപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ വരും. അങ്ങനെയുള്ള ചില വ്യക്തികൾ പോകും. ആ വ്യക്തികൾ പോകുമ്പോഴും മറുഭാഗത്ത് വേറെ വ്യക്തികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതൊരു വശം. ആ വ്യക്തികൾ പോകുമ്പോഴും ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ. ആര്യാടൻ ഷൗക്കത്ത് ചെയ്ത അന്ന് പലസ്തീൻ റാലിയുമായി ബന്ധപ്പെട്ട് ചെയ്തത് കോൺഗ്രസിന് വെല്ലുവിളിയായി തന്നെയാണ് ചെയ്തത് ഞാൻ കാണുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് ഇന്റർവ്യൂ ഇടയ്ക്ക് എടുക്കുകയും ചെയ്തു. വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് ചെയ്തതെന്ന് പറഞ്ഞ സാധനം ചെയ്തു. പിന്നീട് KPCC വരികയും ചെയ്ത് ക്ഷമാപണം നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൈകെട്ടി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോയി. അത്തരം ഒരു വെല്ലുവിളി ചെയ്യുന്ന നേതാക്കന്മാരെ കുറിച്ച് എന്താണ് പറയുന്നത്? കോൺഗ്രസ് വേണ്ട അങ്ങനെ കോൺഗ്രസിനെ വെല്ലുവിളിക്കേണ്ട സമയമല്ല കോൺഗ്രസിനകത്തുള്ള ആളുകളെ സംബന്ധിച്ച്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. അപ്പൊ അതിന് സംഘടനാപരമായിട്ടുള്ള അച്ചടക്കങ്ങൾ ഓരോരുത്തരും ഉള്ളിൽ തോന്നുന്ന തരത്തിൽ അവർ പ്രകടിപ്പിക്കണം. കോൺഗ്രസ് ഒരിക്കലും അച്ചടക്കം അടിച്ചേൽപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല. ഇപ്പൊ CPM ആണെങ്കിൽ അതോടുകൂടി ആള് പാർട്ടിയിൽ തന്നെ പോകും. അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ പാർട്ടിയുടെ ഒരു വിലക്ക് ലംഘിക്കുകയോ പാർട്ടിയുടെ നിർദ്ദേശം തള്ളിക്കളയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിൽ പോലും പലപ്പോഴും അവരെ പുറത്തു കളഞ്ഞു കളയും അവര്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യും, തിരുത്താനുള്ള അവസരം കൊടുക്കും. ചേർന്ന് നിൽക്കാനുള്ള മനസ്സുണ്ട് എങ്കിൽ അതിനുള്ള അന്തരീക്ഷം ഞങ്ങൾ തന്നെ സൃഷ്ടിക്കും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും പിണക്കമോ പരിഭവമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പൊതുലൈൻ. ആര്യാടൻ ഷൗക്കത്ത് വളരെ കൃത്യമായിട്ട് തന്നെ പാർട്ടിയുടെ ആ സ്പിരിറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണല്ലോ പിന്നീട് ഇപ്പൊ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കാര്യം സന്തോഷമാണ്. ഞങ്ങളുടെ ആ തീരുമാനം ശരിയായിരുന്നു എന്നുള്ള ബോധ്യപ്പെടുകയാണ്. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കൂടെ നിന്ന് പാപ്പയുടെ കൂടെ നിന്ന് ആളുകളെ മാറ്റി DCC പുനഃസംഘടനയ്ക്ക് അതൊക്കെ ചെയ്യുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഏറ്റവും നന്നായിട്ട് മലബാർ ഏരിയയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ലീഗിനെ വെല്ലുവിളിച്ച് ലീഗിനോട് പോരാടി നിർത്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആളുകളെ പിന്നീട് അകറ്റി നിർത്തിയപ്പോഴാണ് ആര്യാടൻ ഷൗക്കത്തിനൊക്കെ എതിർപ്പ് വന്നു തുടങ്ങിയത്. അല്ല, അകറ്റി നിർത്തുക എന്നുള്ളൊരു സമീപനം പൊതുവൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും ചില പർട്ടിക്കുലർ പോസ്റ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും 2-3 ആളുകളുടെ പേരുകൾ വരുമ്പോൾ മുൻകാലങ്ങളിൽ ഇത് ഇന്ന ഗ്രൂപ്പിനായിരുന്നു അല്ലെങ്കിൽ ഇന്നയാളുടെ നോമിനിയാണ് അന്നായത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നോമിനി തന്നെ ഇപ്പോഴും വരാൻ പാടുള്ളൂ, അങ്ങനെയുള്ളൊരു കോട്ട സിസ്റ്റം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു പരിശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല പുനഃസംഘടനകളും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പുറന്തള്ളുകയല്ല. ഇവിടെ ഒരു വിഭാഗത്തിൽ ചിലപ്പോൾ ആൾക്ക് പകരം വേറെ ആൾ വന്നാൽ ചിലപ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് അപ്പുറത്തെ അവസരം കിട്ടിയെന്ന് വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കാണാൻ സാധിക്കണം. പാർട്ടി പദവികൾ ഒരാളുടെയും കുത്തകയായി മാറാൻ പാടില്ല. ഒരു വ്യക്തിയുടെയോ ഒരു നേതാവിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ കുത്തകയായി മാറാൻ പാടില്ല. അവിടെ
അതത് അവസരങ്ങളിൽ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആൾ ആരാണോ അവർക്ക് അവസരം കൊടുക്കുക. ഏതെങ്കിലും ഒരു വിഭാഗം വളരെ ബോധപൂർവ്വം മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റവസരങ്ങൾ കൊടുത്ത് അവരെ കൂടി ഉൾക്കൊള്ളുക. ഈ ഒരു ശൈലിയാണ് പൊതുവെ സ്വീകരിക്കപ്പെടേണ്ടത്. അല്ല, ആ ശൈലി കൊണ്ട് പാർട്ടിക്ക് ദൂഷ്യം വരുന്നില്ലേ? അല്ല, ആ ശൈലിയെ ഉൾക്കൊള്ളാൻ നേതൃത്വത്തിൽ ചില ആളുകൾക്ക്, ഈ പഴയ ശീലം വെച്ചു പുലർത്തുന്ന ചില ആളുകൾക്ക് ഒറ്റയടിക്ക് കഴിയില്ല. അവര് എപ്പോഴും കാണുന്നത് അത് മുമ്പ് 140 എണ്ണത്തിൽ ഞങ്ങൾക്ക് ഇത്ര എണ്ണം ഉണ്ടായിരുന്നു, ഇത്തവണ ഞങ്ങൾക്ക് ഇത്ര എണ്ണം, ഞങ്ങൾക്ക് 60 എണ്ണം വേണം, ആ 60 എണ്ണത്തിൽ 6 എന്നുള്ളത് ഞങ്ങൾ ലിസ്റ്റ് തരും, അത് കണ്ണും പൂട്ടി അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കുന്ന ഒരു കാലമല്ല. നിങ്ങൾ 60 പേര് തരുമ്പോൾ ആ 60 പേരിൽ ഏറ്റവും അനുയോജ്യരായിട്ട് പ്രാദേശിക സാഹചര്യത്തിൽ യോഗ്യരാണെങ്കിൽ 60 ഒരുപക്ഷെ വെച്ചേക്കും. ചിലപ്പോൾ 50 പേരെ വെക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ബാക്കി 10 പേരെ വേറെ രീതിയിൽ എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഉൾക്കൊള്ളാൻ ഈ ആളുകൾ ശീലിക്കുക എന്നുള്ളതാണ്. നേതൃത്വത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ആ ഒരു ഉത്തരവാദ ബോധത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവസാന ഘട്ടം വരെ അത് ഉൾക്കൊണ്ടില്ലെങ്കിലാണ് പാർട്ടിക്ക് പുറത്തൊക്കെ പോകേണ്ടി വരുള്ളൂ അല്ലേ? പുറത്തുനിന്ന് പോകണില്ല, ആർക്കും വരില്ല. ഇപ്പൊ ഒരു ഉൾക്കൊണ്ടില്ലെങ്കിൽ പോലും അവർ ചിലപ്പോൾ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കും. ആ പ്രതിഷേധത്തെ ആ നിലയിൽ കാണും, ഒരാളെയും പുറത്തു കളയുക. അങ്ങനെ ആരെങ്കിലും പുറത്ത് പോയിട്ടുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളുടെ പേര്? പുറത്ത് പോകാൻ ഒരിക്കലും ഇല്ല, ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരാളും പോയില്ല. പാർട്ടിയെ സംബന്ധിച്ച് റെലവന്റ് ആയിട്ടുള്ള ഒരാളും പോയില്ല. വ്യക്തിപരമായിട്ട് ഇച്ഛാഭംഗം സംഭവിച്ച ചില വ്യക്തികളുണ്ടാവും. അവര് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ അവരെ കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോജനം കിട്ടാത്ത, പാർട്ടിക്ക് ലഭിക്കാത്ത കുറെ ആളുകൾ, പാർട്ടിക്ക് തന്നെ ഒരു ബാധ്യതയായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. ഏത് പാർട്ടിയിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ചില ആളുകൾ ചിലപ്പോൾ പുതിയ ലാവണങ്ങൾ ബാധ്യതയുള്ളവർ ഇപ്പോഴും ഉണ്ടല്ലോ പാർട്ടിയിൽ. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ, എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഒരു ചാനലിൽ നിന്ന് ഒരാളെ പുറത്താക്കിയ ആൾ അടുത്ത ചാനലിലേക്ക് ചാടുമല്ലോ. അതിന്റെ കാരണം എന്താ? ഒരു 10-15 ചാനൽ ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിൽ അക്കരപ്പച്ചൊക്കെ തേടി പോകുന്ന ആളുകൾ ഉണ്ടാവും എന്നേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസ് നിങ്ങൾ നോക്കൂ, കഴിഞ്ഞൊരു ഇപ്പൊ ഞങ്ങൾ തുടർച്ചയായി 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ്. കേന്ദ്രത്തിലും കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് അധികാരമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു 30% പോലും ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ തകർന്നു പോയോ? കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ ജനപിന്തുണയുള്ള ആരെങ്കിലും പുറത്തു പോയോ? ഒരു 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 ആൾക്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാൾ പോയോ? ഒരാളും പോയിട്ടില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ശക്തിയല്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ സമരമുറകളിൽ ഈ പ്രതിപക്ഷം ചെയ്യുന്ന അത്രയുള്ള സമരങ്ങൾ കേരളത്തിൽ ഒരു കാലത്തും ചെയ്തിട്ടില്ല. അത് മുൻകാലത്തെ ഏതെങ്കിലും പ്രതിപക്ഷത്ത് ചെയ്യാൻ വേണ്ടി പറയല്ല. കാരണം ഇപ്പോഴാണ് കൂടുതൽ വിഷയങ്ങൾ ഓരോ ദിവസവും എന്നുള്ള എനിക്ക് കിട്ടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു 2 മാസത്തിനകത്ത് UDFന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വലിയ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള പ്രതിഷേധ സദസ്സുകൾ, വിചാരണ സദസ്സുകൾ സംസ്ഥാന സർക്കാരിനെതിരെ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ദിവസവും എന്ന നിലയിലുള്ള സമരങ്ങൾ നടക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും പോലീസിന്റെ ആക്രമണം, SFIയുടെയും DYFIയുടെയും ക്രിമിനലുകളുടെ ജീവൻ രക്ഷാ പ്രവർത്തനം, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ആൾക്കൂട്ടമില്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ 2 പേർ ചേർന്ന് ധൈര്യത്തോടു കൂടി ആ പ്രതിഷേധത്തിന് വേണ്ടി തയ്യാറായി കടന്നു വരുന്ന തരത്തിലുള്ള സാഹസികത പോലും പലയിടത്തും ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇതാ KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സമരാഗ്നി എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭ യാത്ര ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതിനിടയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങൾ, ഇപ്പം ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ നടക്കുമ്പോൾ, നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ച് ആസാമിലൊക്കെ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഈ പോലീസ് മർദ്ദനങ്ങൾക്കെതിരായിട്ടുള്ള നിരന്തര പ്രതിഷേധങ്ങൾ, ഇലക്ട്രിസിറ്റി ചാർജ് വർധനവിനെതിരായിട്ടുള്ള പ്രതിഷേധം, പഞ്ചായത്തുകളിലെ ഫീസ് കൂട്ടുന്നതിനും പെർമിറ്റ് ഫീസ് കൂട്ടുന്നതിനും ബിൽഡിംഗ് ടാക്സ് കൂട്ടുന്നതിനൊക്കെ എതിരായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള സമരങ്ങൾ, വാട്ടർ അതോറിറ്റിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ, സർക്കാർ ജീവനക്കാർക്ക് 7 ഗഡു ക്ഷാമബത്ത മുടങ്ങിയിരിക്കുകയാണ്. ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ അടക്കം അവർക്ക് കിട്ടുന്നില്ല. അവരുടേതായിട്ടുള്ള സമരങ്ങൾ, ഇപ്പം നെൽകർഷകരുടെ സമരങ്ങൾ, റബ്ബർ കർഷകർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, ജനകീയമായിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ ബാലികയുടെ ദാരുണമായിട്ടുള്ള കൊലപാതകത്തിലെ ഉത്തരവാദിയായിട്ടുള്ള DYFI ക്രിമിനൽ നിയമത്തിന്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് രക്ഷപ്പെടുമ്പോൾ അതിനെതിരായിട്ട് വണ്ടിപ്പെരിയാറിൽ സമരം, വാളയാറിൽ സമരം,
അങ്ങനെ ഏതെല്ലാം വിഷയങ്ങളിലാണ് നിങ്ങൾ സമരം ചെയ്യാതിരിക്കുന്നത്? എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടുകൾ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ കേരള വിഷയത്തിൽ അടക്കമുള്ള നമ്മുടെ നിലപാടിന് വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം കിട്ടി എന്നുള്ളത് കൊണ്ടാണ് സർക്കാരിന് അതിൽ നിന്ന് പുറംതിരിഞ്ഞു പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ പേര് പറഞ്ഞാൽ ആര് പറയും? ഒരുപാട് സുഹൃത്തുക്കൾ. ഒരു വ്യക്തിപരമായിട്ടുള്ള സുഹൃത്താണോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള സുഹൃത്താണോ, അല്ലെങ്കിൽ നേതൃതലത്തിൽപ്പെട്ട രാഷ്ട്രീയത്തിലുള്ള സുഹൃത്ത്? രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ ഒരു ബാച്ചിലെ പലരുമായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ രാഹുല്, ഷാഫിയായിട്ടാണ് കൂടുതൽ യാത്രയൊക്കെ? ഷാഫിയായിട്ടും രാഹുലായിട്ടും എല്ലാവരും ഒറ്റയ്ക്ക്. ഞാൻ പലപ്പോഴും യാത്രയൊക്കെ പോകുന്നത് ഏതെങ്കിലും പാർട്ടി പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് പലതും. VD സതീശനായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നതിന് മുൻപ് കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു നല്ല റാപ്പോ ഉണ്ട് പൊതുവെ. ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ ആരെ പറയും? കേരളത്തിലോ? കേരളത്തിലെ സമീപകാലത്ത് ഉമ്മൻചാണ്ടി തന്നെയാണ് ഏറ്റവും ജനകീയമായി ആ പദവിയെ ഉപയോഗിച്ച ഒരാള്. ആ കാലത്ത് നടന്നത്ര വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ ഇനി അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നും പലതും നടക്കുന്നത് അന്നത്തെ തുടർച്ചയാണ്. ഈ ഗവൺമെന്റിന് ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന നിലയിൽ ഉയർത്തിക്കാട്ടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടില്ലല്ലോ. അപ്പോൾ വികസനവും കരുതലും എന്നുള്ളതായിരുന്നു ആ മുദ്രാവാക്യം. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയത്, അദ്ദേഹത്തിന്റെ 2ാം ടൈമിൽ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഞങ്ങളൊക്കെ MLA-മാരുമായത്. അപ്പൊ ഞങ്ങളോടൊക്കെ കാണിച്ചൊരു വലിയ താല്പര്യം, ഒരു ക്രൈസിസ് മാനേജർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ഉണ്ടായിരുന്നു. ഈ സാങ്കേതികത്വവും നൂലാമാലകളൊക്കെ നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം കണ്ടാൽ നമ്മളൊരു 2-3 വാചകം പറയുമ്പോഴേക്കും അതിൽ നിന്ന് ആ വിഷയത്തിന്റെ ക്രക്സ് അദ്ദേഹത്തിന് കിട്ടും. നമുക്ക് നീട്ടി പരത്തി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. ആ ഒരു 3-4 സെന്റൻസ് കഴിയുമ്പോഴേക്കും ആൾ അതിന്റെ പരിഹാരത്തെക്കുറിച്ച് ഇങ്ങോട്ട് പറയും. ഇന്ന രീതിയിൽ ചെയ്യും, ബാക്കി ഞാൻ ചെയ്യാം എന്ന് പറയുന്ന തരത്തിലുണ്ടല്ലോ. അപ്പൊ നമ്മളെയൊക്കെ ആ നിലയ്ക്ക് വലിയ രീതിയിൽ എംപവർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ MLA ആയിട്ട് വരുന്ന സമയത്ത് എൻ്റെ 2011 ഏറ്റവും വലിയ ഒരു പ്രചരണ വാഗ്ദാനവും അവിടുത്തെ നാട്ടിൽ വലിയൊരു ആവശ്യമായിരുന്നു, അവിടെ ഒരു കോളേജ് വേണമെന്നുള്ളത്. അപ്പൊ അതിന് മുമ്പുള്ള ഒരു 10-15 വർഷത്തിനകത്ത് കേരളത്തിൽ പുതിയ കോളേജൊന്നും അനുവദിച്ചിട്ടില്ല. 2-3 കോളേജ് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ വലിയ ആവശ്യമാണ്, അവിടെ കോളേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ച്, എന്നാ ബൽറാം ഒരു കാര്യം ചെയ്യും, ഈ കോളേജുകൾ ഇല്ലാത്ത നിയോജക മണ്ഡലങ്ങളുടെ മൊത്തത്തിലുള്ള ലിസ്റ്റ് എടുക്കും, എന്നാൽ നമുക്കൊരു പോളിസി രൂപീകരിക്കാം, കോളേജ് ഇല്ലാത്ത എല്ലാ നിയോജക മണ്ഡലങ്ങൾക്കും കോളേജ് അനുവദിക്കാം. അപ്പൊ ഞാൻ അതിന്റെ റിസർച്ച് തുടങ്ങി. എല്ലാ MLA-മാരുമായിട്ടുള്ള ഞങ്ങളൊരു 10-25 സ്ഥലങ്ങൾ കണ്ടെത്തി. അല്ല, ചില സ്ഥലങ്ങളിൽ ഗവൺമെന്റ് കോളേജ് ഇല്ല, പക്ഷേ എയ്ഡഡ് കോളേജ് ഉണ്ട്. അപ്പൊ അതിന് കട്ട് ഷോർട്ട് ചെയ്ത് എന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയൊരു പോളിസിയാണ് കേരളത്തിൽ എയ്ഡഡ് കോളേജോ ഗവൺമെന്റ് കോളേജോ ഇല്ലാത്ത എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പുതിയ കോളേജുകൾ അനുവദിക്കുക. 10-22 കോളേജുകളാണ് ഒറ്റയടിക്ക്. ഗവൺമെന്റ് മേഖലയിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നൊക്കെ പറയുന്നത് ഒരു CPM-ന്റെയും LDF-ന്റെയും ഒരു അജണ്ടയൊക്കെ ആയിട്ടാണല്ലോ അവര് ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ഒരു പൊതു ഇടപെടൽ നടന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അന്ന് പ്രതിപക്ഷ ഉപനേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന് മുമ്പത്തെ ഗവൺമെന്റിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിനിധീകരിച്ചിരുന്ന തലശ്ശേരിയിൽ കോളേജ് അനുവദിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പോളിസിയുടെ ഭാഗമായിട്ടാണ്. അദ്ദേഹം അതിനു മുമ്പ് 5 വർഷം മന്ത്രിയായിരുന്നു, അദ്ദേഹം അനുവദിച്ചില്ല, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ സമയത്താണ് അത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹം 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. മലമ്പുഴയിൽ കോളേജ് പ്രഖ്യാപിച്ചത്, ആ കോളേജ് ഇതുവരെ തുടങ്ങാൻ സാധിച്ചില്ല. അതിന് പ്രാദേശികമായിട്ട് MLA-മാരൊക്കെ മുൻകൈയെടുത്ത് സ്ഥലമൊക്കെ കണ്ടെത്തി കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അന്ന് ആ ഘട്ടത്തിൽ തുടങ്ങാൻ സാധിച്ചില്ല. അപ്പം അങ്ങനെ ഒരു അപ്രോച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി യുണീക്കായിട്ട് മാറുന്നത്. ഇപ്പം അതിന്റെ ഒരു എന്താ പറയുക, വികലമായിട്ടുള്ള അനുകരണമാണ് ആദ്യം ലക്ഷ്യം വെച്ചത്. പിന്നെ അവിടേക്കൊന്നും ഏഴേലത്ത് എത്തില്ല എന്ന് തോന്നിയപ്പോഴാണ് അതിനെ വേറെ ചില തലത്തിലേക്ക് ഈ നവകേരള സദസ്സിനെയൊക്കെ മാറ്റിയത്. പക്ഷെ ഇപ്പൊ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിൽ ആളുകൾ വലിയ പ്രതീക്ഷാപൂർവ്വം 1000-കണക്കിന് 10,000-കണക്കിന് പരാതികൾ നൽകി വെറും 7%, 8% ഒക്കെയാണ് അതിൽ പരിഹരിക്കാൻ സാധിച്ചത്. ബാക്കി പരിഹാരമൊക്കെ തന്നെ എന്താ, അതത് പഞ്ചായത്തുകളിലേക്ക് അയക്കുകയാണ്. ഇപ്പൊ പഞ്ചായത്തിൽ 10 തവണ കയറി ഇറങ്ങിയിട്ടും നടക്കാത്ത കാര്യമാണല്ലോ ഇതിൽ വന്നിട്ടുള്ളത്. വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങിയിട്ട് നടന്നില്ല, താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങി, സപ്ലൈ ഓഫീസിൽ കയറി ഇറങ്ങി നടന്നില്ല, കളക്ടർക്ക് പരാതി കൊടുത്തു നടന്നില്ല, എന്നിട്ടാണല്ലോ ഇതിൽ പരാതി കൊടുക്കുന്നത്. ഇത് നേരെ തിരിച്ച് വീണ്ടും വില്ലേജ് ഓഫീസർക്ക് ഇങ്ങനെ ഒരു പരാതി നൽകി എത്തിയിട്ടുണ്ട്, ഉചിതമായിട്ട് നടപടി എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്താൽ
ഇവരുടെ കണക്കിൽ ആ പരാതി ഡിസ്പോസ് ചെയ്തു എന്നാണ്. പക്ഷെ പരിഹാരമാവുന്നുണ്ടോ? ഇല്ല. ഇല്ല. അതാണ് ഉമ്മൻചാണ്ടിയും മറ്റു ഭരണാധികാരികളും നമ്മളെ വ്യത്യാസം. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? പ്രതിപക്ഷ നേതാവ്, ഞാൻ പ്രവർത്തിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തോടൊപ്പമായിരുന്നു ഞാൻ 5 വർഷം MLA ആയിരുന്നത്. വി ഡി സതീശനോടൊപ്പം എനിക്ക് MLA എന്ന നിലയിൽ നിയമസഭയ്ക്കകത്ത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ രണ്ടുപേരും രണ്ട് ശൈലികളിലൂടെ നല്ല രീതിയിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന പല നിർണായക വിഷയങ്ങളും സർക്കാരിനെ എത്രത്തോളം പ്രതിക്കൂട്ടിലാക്കിയെന്ന് നമുക്കറിയാലോ. സർക്കാരിന് ഒരു യു ടേൺ സർക്കാർ എന്ന് പറയുന്നൊരു പേര് തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണം അദ്ദേഹം വളരെ കൃത്യസമയത്ത് ഹാർഡ് ഹിറ്റിംഗ് ആയ തരത്തിൽ അത് ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ വിഷയങ്ങളും, ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചൊക്കെ ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ മുൻകൈയിൽ ധവളപത്രം പുറപ്പെടുവിപ്പിച്ചോ ആ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നടക്കുന്നത്. ഇന്ന് കേരളം വലിയൊരു സാമ്പത്തിക തകർച്ച, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഗവൺമെന്റ് എത്തി നിൽക്കുന്നത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ കേരളത്തിന്റെ പൊതു താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷം എന്ന നിലയിലാണ് കഴിഞ്ഞ 7.5 വർഷമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും രണ്ട് രീതിയിൽ ഈക്വലി ഗുഡ്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് മാറ്റി നിർത്തുന്നു. മുൻ KPCC പ്രസിഡന്റുമാരിൽ ഏറ്റവും താങ്കൾക്ക് അഭിപ്രായമുള്ള ഒരു KPCC പ്രസിഡന്റ് ആരായിരുന്നു? ഞാൻ KPCCയുടെ ഭാഗമായിട്ട് ഒരു സംഘടനയുടെ ആ നിലയ്ക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഭാഗമാവുന്നത് ഇപ്പോഴാണ്. ശ്രീ കെ സുധാകരൻ പ്രസിഡന്റ് ആവുന്ന സമയത്താണ്. അതിനു മുമ്പ് മുല്ലപ്പള്ളി സാർ പ്രസിഡന്റ് ആയിരുന്നു, VM പ്രസിഡന്റ് ആയിരുന്നു, ശ്രീ MMSN പ്രസിഡന്റ് ആയിരുന്നു. അപ്പം അവരുമായിട്ടൊക്കെ നമുക്കൊരു KPCC പ്രസിഡന്റ് നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലുള്ള ഒരു ഡിസ്റ്റൻസിലുള്ള ഇതാണ്. അവരുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ നമ്മൾ അതിൽ ഇൻവോൾവ് അല്ലല്ലോ. ഇപ്പോൾ രമേശ് ജി പ്രസിഡന്റ് ആവുന്ന സമയത്ത് നമ്മളൊക്കെ കുറേയും കൂടി ചെറുപ്പമാണ്, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഭാഗമാണ്. അപ്പൊ അപ്പോഴും നമുക്ക് അങ്ങനെ ആ നിലയിലുള്ള ഒരു ഇടപെടൽ സാധിച്ചിട്ടില്ല. ഇപ്പോൾ KPCCയിൽ ഞങ്ങളൊരു ടീമായിട്ട് പല കാര്യങ്ങളും കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. ആണോ? അങ്ങനെ തോന്നിയോ? പിന്നെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പേരും ഉമ്മൻചാണ്ടിയുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളുടെ പേര് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും പേര് പറഞ്ഞു. ഞാൻ എന്റെ എക്സ്പീരിയൻസ് നമ്മള് രാഷ്ട്രീയത്തിലൂടെ വരുന്നു അല്ലെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ നമുക്ക് KPCCക്ക് നേതൃത്വം ഉണ്ടായിരുന്നു ഇല്ലേ, അന്നും ഇന്നുണ്ട്. നമ്മുടെ ഒരു പെർവ്യൂവിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ്, നമ്മുടെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയോടൊപ്പം MLA ആയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അടുത്ത് നിന്ന് നോക്കിക്കാണാൻ സാർ. AK ആന്റണി സാർ ഉള്ള സമയത്ത് എനിക്ക് 2 or 3 തവണ മാത്രമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോട് ഇന്ററാക്ട് ചെയ്യാൻ തന്നെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ അതായത് തൊട്ട് മുമ്പ് ലീഡർ മുഖ്യമന്ത്രി ആവുന്ന സമയത്തൊക്കെ നമ്മൾ കോളേജിലെ വിദ്യാർത്ഥികളാണ്. അപ്പൊ നമുക്ക് ആ നിലയ്ക്കുള്ള അറിയില്ല. കോളേജിൽ പോലും ഇല്ല, സ്കൂളിൽ പ്രായമാണ്. അപ്പോൾ അതാണല്ലോ നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് പാസ്റ്റിലുള്ള 3 മുഖ്യമന്ത്രിമാർ. അപ്പൊ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നുള്ള പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഞാൻ പറഞ്ഞ പോലെ എന്റെ മുൻപിലുള്ള 2 പ്രതിപക്ഷ നേതാക്കന്മാർ അത് രണ്ടുപേരും KPCC പ്രസിഡന്റുമാർ എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആകുമ്പോൾ ഞങ്ങളൊക്കെ KSU യൂത്ത് കോൺഗ്രസ് ഒക്കെയാണ്. അപ്പൊ KPCC പ്രസിഡന്റുമായിട്ട് നേരിട്ട് അങ്ങനെ ഒരുപാട് ഇന്ററാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ഇടപെടലിലൂടെ ഏതെങ്കിലും വിഷയങ്ങൾ പരിഹരിക്കുകയോ ഒന്നും ഞങ്ങളുടെ ഒരു തലത്തിൽ ഉണ്ടാവേണ്ട കാര്യമല്ലല്ലോ. അന്ന് നമ്മുടെയൊക്കെ തന്നെ ഒരു ആംബിറ്റ് എന്ന് പറയുന്നത് വേറെ തലത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതാ പറഞ്ഞ് എനിക്ക് അനുഭവമുള്ള KPCC പ്രസിഡന്റുമാർ ഇതാണ്. അതിൽ VM-ഉമായിട്ട് എനിക്ക് വളരെ നേരത്തെ തൊട്ട് തന്നെ വലിയൊരു ഹൃദയബന്ധമുണ്ട്. അതായത് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതിനും ഞാനൊക്കെ KSU യൂത്ത് കോൺഗ്രസ് ഒക്കെ ആവുന്ന സമയത്ത് തൃശ്ശൂരുള്ള സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിരന്തരം യാത്ര ചെയ്യുകയും അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള അടുപ്പവും സ്നേഹബന്ധവും എന്നെ ഒരു എന്താ പറയാ, എനിക്ക് പൊളിറ്റിക്കൽ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് സുധീറിനോടും അദ്ദേഹമുണ്ട്. പക്ഷെ KPCC പ്രസിഡന്റ് എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ സമയത്ത് നമുക്ക് ഇങ്ങനെ അദ്ദേഹമായിട്ടും കൂടുതലായിട്ട് ഇടപെടേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴാണ് KPCC പ്രസിഡന്റ് നിലയിൽ ഇപ്പോഴാണ് KPCC വൈസ് പ്രസിഡന്റ് വളരെ നല്ലൊരു കോർഡിയൽ അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര ഒരു എന്താ, അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. നമ്മളൊരു വിഷയം പറഞ്ഞാൽ അതിനെ ആ നിലയ്ക്ക് എടുക്കുന്ന ആളാണ്. നമുക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് പല കാര്യങ്ങളും പറയാൻ പറ്റും. അദ്ദേഹത്തെ ചില കാര്യങ്ങളെങ്കിലും കൺവിൻസ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും പറ്റും. താങ്കൾ ഇപ്പൊ പറഞ്ഞ VM സുധീറിനായിട്ട് ഒരു അടുപ്പം പറഞ്ഞു. VM സുധീറിന് ഇപ്പൊ ഈ ഇടയ്ക്ക് പറഞ്ഞ പ്രസ്താവന, പരസ്യമായിട്ട് പറഞ്ഞ പ്രസ്താവനയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏത് പ്രസ്താവനയെ കുറിച്ച്? VM സുധീറിന് ഈ ഇടയ്ക്ക് KPCC കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ.
അദ്ദേഹം എന്നും ഈ പറഞ്ഞ പോലെ നിർഭയമായിട്ട് അഭിപ്രായം പറയുന്ന ആളാണ്. ഇപ്പോൾ റിബലാണോ? അല്ല, റിബൽ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ഈ അയോധ്യ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിന്റെ സ്പിരിറ്റിനെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിനൊരു സഫീഷ്യന്റ് ടൈം കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാട് സ്വീകരിക്കാൻ കുറേയേറെ കാര്യങ്ങൾ ആലോചിക്കണമല്ലോ. ഒരു ഇലക്ഷനിലേക്ക് കൂടി പോവുകയാണല്ലോ. പല വിധത്തിലുള്ള വശങ്ങൾ പരിശോധിക്കേണ്ടി വരും. പ്രായോഗികമായിട്ട് അല്ല എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അതുപോലെ ഒരു സ്റ്റേക്കും ഇല്ലാത്ത പാർട്ടികൾക്ക് ചിലപ്പോൾ കണ്ണും പൂട്ടി അഭിപ്രായം പറയാം. ഇതങ്ങനെയല്ലല്ലോ. അപ്പൊ അതിനുള്ളൊരു സഫീഷ്യന്റ് ടൈം കൊടുക്കണമായിരുന്നു. പക്ഷെ ആ ടൈമിന് ശേഷം ശരിയായ അഭിപ്രായത്തിലേക്ക് പാർട്ടി വന്നു. വി എം സുധീരൻ തന്നെ അതിനെ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി സ്വാഗതം ചെയ്തു. അപ്പൊ ആ നിലയിൽ ആണ് ഞാൻ വിമർശനങ്ങളെ നോക്കിക്കാണുന്നത്. അല്ല, വി എസ് സുധീറിന്റെ പാതയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. വി എസ് സുധീരൻ അത് നേരത്തെ കണ്ടിരുന്നു എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹം കണ്ടിരുന്നു. പോയിന്റുകൾ കൃത്യമാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൃത്യമാണ്. ആ നിലയിൽ അത് അങ്ങനെയാണല്ലോ. ശരിയായ അഭിപ്രായങ്ങൾ പല തലങ്ങളിൽപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ പറയുമ്പോഴാണല്ലോ ഈ തീരുമാനം എടുക്കുന്ന ആളുകൾക്കും ആ തീരുമാനം എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരുള്ളൂ, ഒരു ധൈര്യം വരുള്ളൂ. അപ്പോൾ ഒരു രാജ്യത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ഇതാണ് എന്ന് പറയുമ്പോഴാണ് ഡെസിഷൻ മേക്കേഴ്സിന് കുറെ കൂടി ആത്മവിശ്വാസത്തോടു കൂടി ആ ഡെസിഷൻ എടുക്കാൻ പറ്റുക. അപ്പൊ ആ നിലയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ അതിനെ നോക്കുന്നത്. കാര്യമായി തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സംഘപരിവാർ ഇലക്ഷൻ കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് കൃത്യമായ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. വളരെ ഒമ്നിപൊട്ടന്റ് ആയിട്ടുള്ള ഒരു വലിയ നേതാവ്, പ്രാദേശികമായിട്ടുള്ള നേതൃത്വം, എന്നാൽ പ്രാദേശികമായിട്ടുള്ള നേതൃത്വവും പല തട്ടിൽ നിൽക്കുന്നു. അപ്പം അതാണ് കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എനിക്ക് തോന്നുന്നു. സുരേഷ് ഗോപി ജയിക്കും. അത് തൃശ്ശൂരിലെ സാധാരണ വോട്ടർമാരെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. സുരേഷ് ഗോപി ആരാന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തൃശ്ശൂരിലെ ആളുകളാണ്. അയോധ്യ വിഷയത്തിൽ ചിത്ര ഒരു പ്രസ്താവന നടത്തി. അത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഗുണം ചെയ്യാണ്. അർജോടെ യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ. ഇവിടെ എല്ലാം യാത്ര വളരെ ദയനീയമായുള്ള പരാജയം. ഉണ്ടായിരുന്ന 2 സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടും. ഈ കോൺഗ്രസിന് എന്താണ് പറ്റിയിരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ